ജീവിത വിജയത്തിന് 5 VD ടിപ്സുകൾ. ലോകത്തിലെ ഒരു സമാന്തര വ്യവസായമായി മാറിയിരിക്കുകയാണ് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട ടിപ്സുകൾ. അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന പേരിൽ ലോകമാകെ തന്നെ ഒരു സമാന്തര വിപണി വന്നിരിക്കുന്നു. വലിയ ബിസിനസ് ഗുരുക്കന്മാർ വന്നിരിക്കുന്നു. ചിലർ ആത്മീയതയുടെ പുറംമൂടിയിട്ടുകൊണ്ടാണ് ഇത്തരം ജീവിത വിജയ ടിപ്സുകൾ നൽകുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രായോഗികമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രയോ ക്ലാസ്സുകളാണ് ഇവരെടുക്കുന്നത്. ലോകമാകമാനം ഇത്തരം ഒരു കോടിക്കണക്കിന് രൂപയുടെ വിപണിയാണ് ഈ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിന് ഒരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് ഇവരിതൊക്കെ പറയുന്നതെങ്കിലും അതൊന്നും തന്നെ പ്രായോഗികമാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കാരണം മറ്റുള്ളവരുടെ ജീവിത വിജയം നോക്കി അതുപോലെ നമ്മൾക്കും എന്തുകൊണ്ട് പകർത്തിക്കൂടാ എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പേരും പറയുന്നത്. എബ്രഹാം ലിങ്കൺ ഇങ്ങനെ വിജയിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള കുറച്ച് പാഠഭാഗങ്ങൾ നമുക്കും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിന് വിജയകരമാകും. ഇങ്ങനെ സമൂഹത്തിൽ പടപൊരുതി വിജയിച്ചു വന്നവരുടെ ജീവിത വിജയത്തിന്റെ ടിപ്സുകൾ ആണ് ഇവർ പലപ്പോഴും പങ്കുവെക്കുന്നത്. മറ്റു ചിലരുടെ ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പുരാണ ഗ്രന്ഥങ്ങളിലെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. രണ്ടായാലും ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിസിനസ് കോച്ചുകൾ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗം തന്നെ ഒരു ഇൻഡസ്ട്രിയായി ലോകമാകെ വളർന്നു കഴിഞ്ഞു. അത് നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നിരവധി കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മളെപ്പോഴും VS അച്യുതാനന്ദനെ കുറിച്ച് പറയാറുണ്ട്, P കൃഷ്ണപിള്ളയെ കുറിച്ച് പറയാറുണ്ട്, K കരുണാകരനെ കുറിച്ച് പറയാറുണ്ട്, AK ആന്റണിയെ കുറിച്ച് പറയാനുണ്ട്, പിണറായി വിജയനെ കുറിച്ച് പറയാറുണ്ട്. ഇവരെല്ലാം തന്നെ ദരിദ്ര ചുറ്റുപാടുകളോട് പടപൊരുതി നേതാക്കളായി ഉയർന്നു വന്നവരാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും അവരെക്കുറിച്ചുള്ള സ്തുതിപാഠനകളും ഉള്ളതും ഇല്ലാത്തതുമെല്ലാം ചേർത്തുകൊണ്ടുള്ള നിരവധി പ്രസംഗങ്ങളും വാഴ്ത്തുകളും ഉണ്ട്. എന്നാൽ VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിജയ രഹസ്യം എന്താണ്? ഒരുപക്ഷെ I2I ന്യൂസ് ആയിരിക്കണം ഒരുപക്ഷെ VD സതീശനെ ഏറ്റവും ക്രിയാത്മകമായി വിമർശിച്ച ഒരു ചാനൽ. പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് വിമർശനമല്ല. എവിടെ നോക്കിയാലും സതീശൻ വിമർശനമാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വ്യക്തി ജീവിതത്തിലേക്ക് മാതൃകാപരമായി സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിലെ ആദ്യത്തേത് ഒറ്റയ്ക്ക് വളരുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, കോൺഗ്രസ് പോലുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു പാർട്ടിയിൽ തിമിംഗലങ്ങൾ മുതൽ പരൽമീനുകൾ വരെയുള്ള ഒരു വലിയ ഒരു സമുദ്രമാണ് അത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവിടെ വളരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നോമിനേഷൻ പ്രക്രിയ വഴിയാണ് സംഘടനാ തലത്തിൽ, ഈ KSU തലത്തിൽ, യൂത്ത് കോൺഗ്രസ് തലത്തിൽ, കോൺഗ്രസ് തലത്തിൽ ഒരു നേതാവ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു ഗോഡ് ഫാദർ കോൺഗ്രസിൽ ആവശ്യമാണ് വളരണമെങ്കിൽ. എന്നാൽ VD സതീശനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൃത്യമായ ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആകെ പറയാൻ കഴിയുന്നത് G കാർത്തികേയനാണ്. അദ്ദേഹം അങ്ങനെ KSUവിൽ നിന്നൊക്കെ വലിയ പൊടി പറത്തിയുള്ള വരവൊന്നുമല്ല വന്നത്. സാധാരണ നിലയിൽ അദ്ദേഹം തേവര സേക്രഡ് കോളേജിൽ പഠിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, പിന്നീട് MG സർവകലാശാലയിലേക്ക് വന്നു. അങ്ങനെ വലിയ ഒരു KSU നേതാവ് എന്ന നിലയിലോ വലിയ സമരമുഖങ്ങളിൽ പങ്കെടുത്ത നേതാവോ എന്ന നിലയിലൊന്നും അല്ല അദ്ദേഹം വളർന്നു വന്നത്. തിരുത്തൽവാദി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട്, അതായത് K കരുണാകരൻ നയിക്കുന്ന I ഗ്രൂപ്പും AK ആന്റണി നയിക്കുന്ന A ഗ്രൂപ്പും തമ്മിൽ വലിയ തോതിലെ വടംവലി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. G കാർത്തികേയൻ, രമേശ് ചെന്നിത്തലയും MA ഷാനവാസുമായിരുന്നു തിരുത്തൽവാദി ഗ്രൂപ്പിന്റെ നേതാക്കൾ. ആ തിരുത്തൽവാദി ഗ്രൂപ്പിലെ ഒരു സാധാരണ നേതാവായി വന്നയാളാണ് VD സതീശൻ.
അദ്ദേഹത്തിന് ആകെ ഗോഡ് ഫാദർ എന്ന് അന്നും ഇന്നും പറയാൻ കഴിയുന്നത് ജി കാർത്തികേയനാണ്. ജി കാർത്തികേയനാണ് അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ. ജി കാർത്തികേയൻ നമുക്കറിയാമല്ലോ, അദ്ദേഹം ഈ എ കെ ആന്റണിയെ പോലെയോ കെ കരുണാകരനെ പോലെയോ വലിയ തലയെടുപ്പുള്ള നേതാവൊന്നും ആയിരുന്നില്ല. അതേസമയം തന്നെ തലയെടുപ്പുള്ള നേതാവായിരുന്നു താനും. അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്, സ്പീക്കറായിട്ടുണ്ട്. അതുകൊണ്ട് ജി കാർത്തികേയനാണ് അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് ഒരു വളമിട്ട് കൊടുത്തത് എന്ന് പറയാം. അദ്ദേഹം തിരുത്തൽവാദി ഗ്രൂപ്പിൽ നിന്നപ്പോൾ അന്നത്തെ KPCC അധ്യക്ഷൻ വയലാർ രവി ആയിരുന്നു. പക്ഷേ അന്തിമ വാക്ക് കെ കരുണാകരന്റെ ആയിരുന്നു. എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം എന്ന് നിശ്ചയിക്കുന്നത് കെ കരുണാകരനായിരുന്നു. അപ്പോ എറണാകുളം ജില്ലയിലെ ഒരു ഷുവർ സീറ്റ് VD സതീശന് നൽകണമെന്നായിരുന്നു ജി കാർത്തികേയന്റെ ആഗ്രഹം. എന്നാൽ കെ കരുണാകരൻ അതിന് സമ്മതിച്ചില്ല. എറണാകുളം ജില്ലയിലെ ജയിക്കും എന്നുറപ്പുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ അദ്ദേഹവും ഐ ഗ്രൂപ്പും തമ്മിൽ പങ്കിട്ടെടുത്തു കഴിഞ്ഞു. പിന്നീട് ആകെ അവശേഷിക്കുന്നത് കോൺഗ്രസ് തോക്കുമെന്നുറപ്പുള്ള പറവൂർ സീറ്റാണ്. അവിടേക്ക് മത്സരിപ്പിക്കാമെന്ന് കെ കരുണാകരൻ പറയുകയും ജി കാർത്തികേയൻ ആലോചിച്ചപ്പോൾ പ്രായോഗികമായി അത് മാത്രമേ ഉള്ളൂ ശരി. കാരണം പറവൂർ സീറ്റ് മാത്രമാണ് ആരും ഏറ്റെടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ജി കാർത്തികേയൻ അവിടേക്ക് പറവൂരിലേക്ക് VD സതീശനെ മത്സരിക്കാൻ നിയോഗിക്കുന്നു 1991 തെരഞ്ഞെടുപ്പിൽ. എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ, കെ കരുണാകരനും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സതീശൻ അവിടെ തോറ്റ് തുന്നം പാടി. പിന്നീട് നമ്മൾ സതീശനെ കാണുന്നത് ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത ഒറ്റയ്ക്ക് വളരുന്ന ഒരു സതീശനെയാണ്. അതായത് കോൺഗ്രസിൽ ഒറ്റയ്ക്ക് വളരാം എന്ന് തെളിയിച്ചയാൾ. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു അടിത്തറ ഇട്ടുകൊടുത്തത് ജി കാർത്തികനാണെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ വളർച്ച ഒറ്റയ്ക്കായിരുന്നു. തോൽവിക്ക് ശേഷം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം പറവൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് വളരെ നിശബ്ദനായി പ്രവർത്തിക്കുകയായിരുന്നു. അവിടെ അദ്ദേഹം വ്യക്തിബന്ധങ്ങൾ കൂടുതൽ സ്ഥാപിച്ചു. തൻ്റെ ജന്മനാടാണ് പറവൂര്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന തരത്തിലുള്ള പാർട്ടിക്ക് അതീതമായി ബന്ധമുണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ 96 തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം പറവൂരിൽ നിശബ്ദനായി നിന്നു. ആ സമയത്തൊന്നും അദ്ദേഹം തന്നെ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് VD സതീശനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ 5 വർഷം അദ്ദേഹം നിശബ്ദനായി തൻ്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ ഉറപ്പിക്കുകയും അങ്ങനെ കൃത്യമായ ഒരു പ്ലാനോടുകൂടി അദ്ദേഹം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി ജയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ MLA ആയി. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നതേയില്ല. അപ്പോൾ ആദ്യമായി VD സതീശനിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠം ഒറ്റയ്ക്ക് വളരുക എന്നുള്ളതാണ്. അദ്ദേഹം പറവൂരിൽ ഒറ്റയ്ക്ക് വളർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദം വരെ എത്തിയിരിക്കുന്നത്. VD സതീശനിൽ നിന്നും രണ്ടാമതായി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം ശത്രുക്കളെ അവഗണിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ എനർജി ഒരു നേതാവ് ചെലവഴിക്കുന്നത് ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. അത് പാർട്ടിക്കുള്ളിലെ ശത്രുക്കളെയാകണം, പിന്നീട് മറുചേരിയിൽ നിൽക്കുന്ന ശത്രുക്കളെയാകണം. ഇങ്ങനെ ഈ 2 ശത്രുക്കളെയും ഒതുക്കിക്കൊണ്ടാണ് ഒരു നേതാവ് അയാളുടെ കസേര എപ്പോഴും ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ നേതാവ് തൻ്റെ സ്ഥാനം നിലനിർത്തുന്നത്. എപ്പോഴും ശത്രുക്കളെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള പാർട്ടിയിലെ വിഭാഗീയത, രണ്ടുപേരും തമ്മിൽ പരസ്പരം കടിച്ചു കീറാൻ പോകുന്നു. അങ്ങനെ എത്രയോ അവരുടെ എനർജിയാണ് വെറുതെ കളഞ്ഞത്. അതേപോലെ തന്നെ ഒരേ സമയത്ത് VS അച്യുതാനന്ദനും പിണറായി വിജയനും കോൺഗ്രസിനെ ഒതുക്കേണ്ടതുണ്ട്, BJP-യെ ഒതുക്കേണ്ടതുണ്ട്. അങ്ങനെ ശത്രുക്കളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെയ്തു വരുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി. എന്നാൽ VD സതീശനെ സംബന്ധിച്ച് ശത്രുക്കളെ ഒതുക്കുക എന്നുള്ളത് VD സതീശന്റെ രീതിയല്ല, മറിച്ച് ശത്രുക്കളെ അവഗണിക്കുക എന്നുള്ളതാണ്. ഏത് വലിയ നേതാവായാലും, തൻ്റെ പാർട്ടിയിൽപ്പെട്ട നേതാവായാലും, എതിർചേരിയിലെ നേതാവായാലും അയാളെ സമ്പൂർണമായി അവഗണിക്കുക എന്നുള്ളതാണ് സതീശന്റെ രണ്ടാമത്തെ നിലപാട്. അത് നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ശത്രുക്കളുണ്ട്, വെറുതെ ഇരുന്നാൽ പോലും ശത്രുക്കൾ ഉണ്ടാകുന്നതാണ്. അവരുടെ പുറകെ പോയി നമ്മുടെ എനർജി കളയാതെ അവരെ അവഗണിച്ചാൽ
നമുക്ക് സ്വസ്ഥത ലഭിക്കും. അത് തന്നെയാണ് സതീശൻ ഇപ്പോൾ ചെയ്യുന്നത്. ശത്രുക്കളെ പരമാവധി അവഗണിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം കോലാഹലങ്ങളാണ്. KSU ഒരു വഴിക്ക്, യൂത്ത് കോൺഗ്രസ് ഒരു വഴിക്ക്, മറ്റേ ഗ്രൂപ്പ് ഒരു വഴിക്ക്, മറിച്ച ഗ്രൂപ്പ് ഒരു വഴിക്ക്, ഇതിനെല്ലാം അദ്ദേഹം തന്ത്രപൂർവ്വം തന്നെ അവഗണിക്കുന്നു. അതുകൊണ്ട് ജീവിത വിജയത്തിന് VD സതീശന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ കഴിയുന്നത് ശത്രുക്കളെ അവഗണിക്കുക എന്നുള്ളതാണ്. VD സതീശന്റെ ജീവിതം പരിശോധിച്ചാൽ മൂന്നാമതായി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പകർത്താൻ കഴിയുന്നത് രഹസ്യമായി പഠിക്കുക എന്നുള്ളതാണ്. VD സതീശൻ എന്ന് പറയുന്ന ആൾ ഏറ്റവും കൂടുതൽ രഹസ്യമായി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. ഒരു ഉദാഹരണം പറയാം. ഏറ്റവും കൂടുതൽ നിയമസഭയിലെ സഭാ നടപടി ചട്ടങ്ങളും സഭാ നടപടിക്രമങ്ങളും അറിയാവുന്ന ഒരാൾ TN ജേക്കബ് ആയിരുന്നു. TM ജേക്കബിന് ശേഷം സഭാ നടപടിക്രമങ്ങളെ കുറിച്ച് ഇത്രയും കൂടുതൽ ആധികാരികമായി അറിവുള്ള മറ്റൊരാൾ VD സതീശനെ പോലെ വേറൊരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അത്രയ്ക്ക് കാണാപ്പാടമാണ്. അത് അദ്ദേഹത്തിൻ്റെ രഹസ്യമായുള്ള പഠനമാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള ഉന്നതി. അദ്ദേഹം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. നമ്മളെപ്പോഴും മലയാളികൾ നമ്മുടെ നേതാക്കളെ കളിയാക്കുന്നത് ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിലാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം കൃത്യമായി തന്നെ ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു ശേഷി സ്വയം ആർജിച്ചതാണ്. അദ്ദേഹം പഠിച്ചതെല്ലാം തന്നെ രഹസ്യമായിട്ടാണ്. രഹസ്യമായി പഠിക്കുക, പരസ്യമായി അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതാണ് സതീശന്റെ ഒരു രീതി. നാലാമത് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത് കള്ളം പറയാം എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ ഇന്നുവരെ കള്ളം പറയാത്ത ഒരാളെയും കണ്ടെത്തിയിട്ടില്ല. നമ്മൾ ദിവസവും കള്ളം പറയുന്നവർ, ചെറുതും വലുതുമായിട്ടുള്ള കള്ളം പറയുന്നവരാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പരമാവധി കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ധാർമ്മികത. പരമാവധി കള്ളം പറയാതിരിക്കുക. പക്ഷേ കള്ളം പറയുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും നമ്മൾ പറയുന്നുണ്ട്. ഓഫീസിലേക്ക് വൈകി എത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറയും അവിടെ ബ്ലോക്കായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് അവധി വേണം, എനിക്ക് പനിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ നമ്മുടെ മൂഡ് ഓഫുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചെറിയ ചെറിയ കള്ളങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പറയുന്നുണ്ട്. ചിലത് ബോധപൂർവം പറയാറുണ്ട്. എന്നാൽ VD സതീശനെ സംബന്ധിച്ചും അതിൽ നിന്ന് എന്താണ് വ്യത്യാസം? നമ്മളെപ്പോലുള്ള ഒരാളാണ്. മാത്രമല്ല രാഷ്ട്രീയമാണ്. ജനാധിപത്യത്തിൽ എപ്പോഴും തന്ത്രങ്ങളാണ് വിജയിക്കുക. അല്ലാതെ അവിടെ ധാർമ്മികതയോ അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള സൈദ്ധാന്തികമായിട്ടുള്ള ഇടപെടലോ ഒന്നുമല്ല പ്രായോഗിക ജനാധിപത്യത്തിൽ വേണ്ടത്. അത്യാവശ്യം ചില കള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ പറയേണ്ടി വരും. ആരാണ് കള്ളം പറയാതിരുന്നത്? ഇന്ദിരാഗാന്ധി കള്ളം പറഞ്ഞിട്ടില്ലേ? അടിയന്തരാവസ്ഥ നടപ്പിലാക്കി എന്തുകൊണ്ടാണ്? കള്ളം പറഞ്ഞിട്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചത്. അങ്ങനെ ഓരോ നേതാവിനെ നോക്കുക, അവരെല്ലാം തന്നെ അതത് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം കള്ളം പറയുന്നത് തന്നെയാണ്. കള്ളം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ ഒരു നിർവചനമില്ല. ഓരോ കള്ളങ്ങളും നമ്മുടെ ധാർമ്മികതയുമായി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ വിലയിരുത്തുന്നത്. നമ്മുടെ ശരിയായിരിക്കില്ല മറ്റൊരാളുടെ ശരി. അതുകൊണ്ട് അയാൾ പറയുന്നത് കള്ളമാണെങ്കിൽ നമുക്ക് അയാളൊരു കള്ളനായിട്ട് തോന്നും. മറിച്ച് നമ്മുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് അയാൾ ഒരു കാര്യം അനുകൂലമായി പറഞ്ഞാൽ അത് ശരിയാണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ഈ കള്ളം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അപ്പോൾ ആപേക്ഷികമായിട്ടുള്ള ഈ കള്ളം നമുക്ക് തന്ത്രപരമായി തന്നെ പറയാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയുന്നു. മഹാഭാരതത്തിൽ അശ്വത്ഥമാവ് ഗദഹ എന്നൊക്കെ പറയുന്ന ആ കള്ളം ഒക്കെ നമുക്കിവിടെ പറയാവുന്നതാണ്. പരിപൂർണമായ കള്ളം ഇന്ന് വരെ VD സതീശൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിനൊക്കെ ചെറിയ ഒരു ശതമാനം ശരി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കും പ്രായോഗികമായി ജീവിതത്തിൽ ചെറിയ ചെറിയ കള്ളങ്ങൾ കൊണ്ട് നമ്മുടെ കുറവുകൾ പരിഹരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ നമ്മൾ സത്യസന്ധരായിട്ടുള്ള നമ്മളെല്ലാവരും തികഞ്ഞ ആളാണ് എന്ന് ധരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ലോകത്താരും തന്നെ കള്ളം പറയാത്തവർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെ മാത്രമേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, സമൂഹത്തിലെ നമ്മളെപ്പോലുള്ള ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുള്ളൂ. എല്ലാ രാഷ്ട്രീയ നേതാക്കളും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹവും പറയാറുള്ളത്. പക്ഷേ അതിനെയൊക്കെ വലിയ തോതിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ഘട്ടങ്ങളിൽ കള്ളം പറയേണ്ടി വരും. മറ്റൊരാൾക്ക് ദോഷകരമല്ല എങ്കിൽ
ആ കള്ളത്തെ പലപ്പോഴും ന്യായീകരിക്കുന്നത് തന്നെയാണ്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ കള്ളങ്ങളൊക്കെ തന്നെ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് വി.ഡി. സതീശൻ വലിയ തോതിലൊന്നും കള്ളങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനെ നമുക്ക് കള്ളമായി കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പറ്റിയൊരു പോരായ്മ. അദ്ദേഹത്തിന്റെ കള്ളങ്ങളെ കള്ളമായി 100% നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റുന്ന ഒരു വീഴ്ച. മീഡിയകളൊക്കെ ചെയ്യുന്നതും അത് തന്നെയാണ്. 100% കള്ളമാണ് വി.ഡി. സതീശൻ പറയുന്നത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ കള്ളം പറയണമെന്നല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് എപ്പോഴും സത്യസന്ധനായിരുന്നാൽ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയുകയില്ല. ഇവിടെ സതീശനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ജീവിതത്തിൻ്റെയും പ്രായോഗികത. ഇനി അഞ്ചാമതായി നമുക്ക് വി.ഡി. സതീശനിൽ നിന്ന് എന്താണ് കൈക്കൊള്ളാൻ കഴിയുന്നത്? അദ്ദേഹത്തിന് മാർഗം പ്രശ്നമല്ല, അദ്ദേഹത്തിന് ലക്ഷ്യമാണ് പ്രശ്നം. മാർഗം എങ്ങനെയായാലും കുഴപ്പമില്ല, ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാലേ ആരെയായാലും ഈ സമൂഹം അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ എത്ര വലിയ ന്യായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ ജീവിത വിജയം നേടിയവരെല്ലാം തന്നെ കൃത്യമായ അവരവരുടെ ശരിയെന്ന് തോന്നുന്ന മാർഗത്തിൽ കൂടി വളർന്നവരാണ്. അതുപോലെ തന്നെയാണ് വി.ഡി. സതീശനും. അദ്ദേഹത്തിന് മാർഗം ഒരു വിഷയമല്ല. ഉദാഹരണം പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുടെ പേരാണല്ലോ ഉയർന്നു വന്നത്: വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ഈ 3 പേരിലെ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിനെ പരിശോധിച്ചാൽ അവരെത്രയോ തവണയാണ് ഡൽഹിയിൽ കെട്ടിക്കിടന്നത്, ഹൈക്കമാൻഡിന് മുന്നിൽ എത്രയോ തവണയാണ് പോയത്. എന്നാൽ വി.ഡി. സതീശനെ സംബന്ധിച്ച് നോക്കൂ, അദ്ദേഹം എത്ര തവണ ഡൽഹിയിൽ പോയി? അദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോൾ മാത്രമേ അദ്ദേഹം പോയിട്ടുള്ളൂ. അല്ലാതെ അവിടെ പോയി കിടന്ന് തന്ത്രങ്ങൾ മെനയുക, അവിടെ പോയി കിടന്ന് നേതാക്കന്മാരെ കണ്ട് കാല് പിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക, അതൊന്നും വി.ഡി. സതീശന്റെ മാർഗമായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എതിരായി വലിയ MLA-മാർ കെ.സി. വേണുഗോപാലിന് അനുകൂലമായി നിന്നപ്പോഴും അദ്ദേഹം അക്ഷോഭ്യനായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ടുള്ള ലക്ഷ്യം അദ്ദേഹം നിശ്ചയിച്ചു കഴിഞ്ഞു. അതിലേക്കുള്ള മാർഗവും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെതായ വഴിവെട്ടി ആ ലക്ഷ്യത്തിലേക്ക് എത്തുക. രമേശ് ചെന്നിത്തലയും വേണുഗോപാലും ഡൽഹിയിൽ തമ്പടിച്ചപ്പോൾ വി.ഡി. സതീശൻ പോയത് എവിടേക്കാണ്? മംഗലാപുരത്തേക്കാണ്. അവിടെ പോയിട്ട് അദാനിയുടെ ചെയർമാനെ കാണുന്നു, അതേപോലെ തന്നെ അവിടുത്തെ NDA നേതാക്കളെ കാണുന്നു. അദ്ദേഹം പ്രായോഗികമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ചെയ്തത്. ഡൽഹിയിലേക്ക് പോകാതെ അദ്ദേഹം മംഗലൂരിലേക്ക് പോയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നെങ്കിൽ ആ ലക്ഷ്യം നേടാൻ കൃത്യമായി തന്നെ മാർഗം എന്തായാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, മറ്റൊരാൾക്ക് ദോഷകരമായി വരുന്ന, അയാൾക്ക് കായികമായി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്ന, അല്ലെങ്കിൽ അയാളെ മാനസികമായി അയാളെ എന്നേക്കുമായി തകർക്കുന്ന ഒരു മാർഗത്തെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് നമ്മുടെ മാർഗം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ ഉള്ളതായിരിക്കണം. ആ മാർഗം ഒരുപക്ഷെ കുറുക്കുവഴിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയായിരിക്കാം. പക്ഷെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് പ്രധാനം. സതീശനെ സംബന്ധിച്ചും അദ്ദേഹം അത്തരത്തിൽ ലക്ഷ്യത്തിലെത്തിയ ആളാണ്. മാർഗം എന്തെങ്കിലും ആകാം. അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ പോയി കെട്ടിക്കിടന്നില്ല, അത് ഒരു മാർഗമാണ്. ആ മാർഗമല്ല അദ്ദേഹം സ്വീകരിച്ചത്. മറിച്ച് അദ്ദേഹത്തിൻ്റെതായ കൃത്യമായ സ്വന്തമായിട്ടുള്ള ഒരു മാർഗമുണ്ടായിരുന്നു. ആ പാതയിലൂടെ തന്നെയാണ് അദ്ദേഹം പോയതും അദ്ദേഹം ആ ലക്ഷ്യമിട്ട സ്ഥാനം തന്നെ നേടിയെടുത്തതും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ സതീശനിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ ബിസിനസ് ഗുരുക്കളെയും വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പുസ്തകങ്ങളൊന്നും വായിച്ച് കളയാതെ ഓരോ നേതാവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. VS അച്യുതാനന്ദനിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്, പിണറായി വിജയനിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്, കരുണാകരനിൽ നിന്ന് പഠിക്കാനുണ്ട്, CH ചിദംബരനിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശനിൽ നിന്ന് എന്ത് പഠിക്കാൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഈ 5 ലളിതമായിട്ടുള്ള മാർഗങ്ങളാണ്. 1, ഒറ്റയ്ക്ക് വളരുക. 2, ശത്രുക്കളെ അവഗണിക്കുക. 3, ഒരു കാര്യം രഹസ്യമായി പഠിക്കുകയും അത് പരസ്യമായി ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. 4-മത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പിനായി അത്യാവശ്യം കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. 5-മത്തെ കാര്യം എന്ന് പറയുന്നത് മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങളാണ് സതീശനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.